കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടയിൽ ഇപ്പോൾ പ്രതികരണവുമായി കെ മുരളീധരൻ രംഗത്ത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മനസ്സോടുകൂടി താൻ നിർദ്ദേശം നൽകിയ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ തയ്യാറല്ല എന്നും, എന്നാൽ അതിന് അതിൻ്റെതായ സമയമുണ്ട് എന്നും, ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ താൻ അത് വെളിപ്പെടുത്തൂ എന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഇവിടെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തണമെങ്കിൽ അത് ഹൈക്കമാൻഡ് അത് വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ തനിക്ക് പറയാൻ സാധിക്കൂ എന്നതാണ് വ്യക്തമാക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ചർച്ചകളും ഗ്രൂപ്പ് അഭിപ്രായ വ്യത്യാസങ്ങളിലും അസാധാരണത ഒന്നും തന്നെയില്ല. ജനാധിപത്യ പാർട്ടികളിൽ ഇത്തരം ചർച്ചകൾ സ്വാഭാവികമാണ്. ജനവികാരം കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഇവിടെ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതേപോലെ തന്നെ അതിലുപരിയായി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രതിഷേധമോ ആശങ്കയോ ഇല്ല എന്നും, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ജനങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിരീക്ഷിക്കുകയാണ് എന്നതാണ് മുരളീധരൻ ഇവിടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജനവികാരവും രാഷ്ട്രീയ സാഹചര്യവും വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഇവിടെ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. എന്തു തന്നെ ആയാൽ പോലും പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം പൂർണ്ണമായി തന്നെ അംഗീകരിക്കും എന്നത് തന്നെയാണ് മുരളീധരൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ മനസ്സോട് തന്നെ ഉദ്ദേശിച്ച വ്യക്തിയുടെ പേര് തന്നെയാണ് ഹൈക്കമാൻഡിന് ഇവിടെ നൽകിയതെന്നും, അത് അവരുടെ പ്രഖ്യാപനത്തിന് ശേഷം താൻ വെളിപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നു. തന്റെ മനസ്സിലെ ആൾ തന്നെയാണ് മുഖ്യമന്ത്രി ആക്കുന്നതെങ്കിൽ സന്തോഷമെന്നും, അതല്ല ഇനി ആരെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ പോലും അതിനൊപ്പം നിൽക്കും. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് റോഡരികിൽ സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളുടെ വലിപ്പവും അല്ലെങ്കിൽ വിപ്ലവവും നോക്കിയാവരുത് എന്നും, ഫ്ലെക്സ് രാഷ്ട്രീയത്തിലൂടെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താമെന്ന് ആരും കരുതേണ്ടതില്ല എന്നും കെ മുരളീധരൻ ഇവിടെ പരോക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അർഹമായി പരിഗണന ലഭിക്കൂ എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഭരണ നേതൃത്വത്തിലും ഹൈക്കമാൻഡ് വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കും. നേതാക്കൾ തമ്മിലുള്ള മത്സരത്തെ വിഭാഗീയതയായി തന്നെ കാണേണ്ടതില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ചർച്ചകൾ സജീവമാകുന്നത് കോൺഗ്രസിനുള്ളിൽ പതിവാണ് എന്നും, താഴെ തട്ടിലെ പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കാൻ ഇത്തരം ചർച്ചകൾ സഹായിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതേപോലെ തന്നെ അനാവശ്യമായ വാക്പോരുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാനാണിപ്പോൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം നേതാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് ഇവിടെ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നയം ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.